പൊതുവെ മോശം അവസ്ഥയിലൂടെ കടന്നുപോകുന്ന ബോളിവുഡ് ആകപ്പാടെ ഞെട്ടിത്തെറിച്ച ഒരു അവസ്ഥയായിരുന്നു ഏറ്റവും പുതിയ മോഹിത് സൂരി സിനിമയായിട്ടുള്ള സയ്യാറ ടിക്കറ്റ് ബുക്കിംഗ് ഓപ്പൺ ആയപ്പോൾ ഉണ്ടായത്. സിനിമയുടെ ടിക്കറ്റിന് വേണ്ടിയുള്ള ഡിമാൻഡ് കാരണം പ്രധാന നഗരങ്ങളിൽ അഡീഷണൽ ഷോകൾ ഇടേണ്ട സാഹചര്യം വരെ ഉണ്ടായി. ഇനി സിനിമയിലേക്ക് വരുമ്പോൾ ടിക്കറ്റ് ബുക്കിംഗിൽ കണ്ട അതേ സർപ്രൈസ് സിനിമയുടെ കഥയിൽ അങ്ങനെ കാണാനില്ല. സംവിധായകൻ ഇതിനു മുന്നേ ഒരുക്കിയിട്ടുള്ള ആഷിക്കി 2വുമായിട്ട് വളരെ സാമ്യമുള്ള ഒരു പ്രമേയമാണ് ഇവിടെ ഉള്ളത്. ആഷിക്കിയിലെ കുച്ച് നഹി ബസ് യുഹി എന്ന പരിപാടിക്ക് സമാനമായ സാധനങ്ങളൊക്കെ ഈ സിനിമയിലും ഉണ്ട്. മോഹിത് സൂരിയുടെ പഴയ സിനിമകൾ നല്ല രീതിയിൽ തന്നെയാണ് ഏജ് ചെയ്തത് എന്നൊരു അഭിപ്രായം ഉള്ള ആളാണ് നിങ്ങളെങ്കിൽ ഈ സിനിമ നിങ്ങൾക്ക് വളരെയധികം സംതൃപ്തി നൽകും. എന്നാൽ അതെല്ലാം കുറച്ചധികം ചീസി ആയിരുന്നു, ഓവർ റൊമാൻറ്റിസൈസ് ചെയ്തതായിരുന്നു എന്നൊരു അഭിപ്രായം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങളെ ഈ സിനിമയിൽ പിടിച്ചിരുത്താൻ പോകുന്നത് ഇതിലെ നായകന്റെയും നായികയുടെയും പ്രകടനമായിരിക്കും. ഒരു ബാൻഡിലെ ലീഡ് സിംഗറാണ് കൃഷ് കപൂർ. എത്രയും പെട്ടെന്ന് സ്വന്തമായി പേരുണ്ടാക്കി ഒരുപാട് കാശ് സമ്പാദിക്കണമെന്നാണ് കൃഷിന്റെ ആഗ്രഹം. അതിനിടയിൽ വാണി ബത്ര എന്ന പെൺകുട്ടിയെ കൃഷി കാണുകയും അവളുടെ ഡയറി വായിക്കാൻ ഇടയാവുകയും ചെയ്യുന്നു. തനിക്ക് വേണ്ടി പാട്ടുകൾ എഴുതാൻ അയാൾ വാണിയോട് ആവശ്യപ്പെടുന്നു. ഈ ഒരു പ്രൊഫഷണൽ ബന്ധം പ്രണയത്തിലേക്ക് മാറുന്നതും ആ പ്രണയത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങളുമൊക്കെയാണ് നമ്മൾ ഈ സിനിമയിൽ കാണുന്നത്. മോഹിത് സൂരിയുടെ ദീർഘകാല അസോസിയേറ്റ് ആയിട്ടുള്ള സങ്കൽപ് സാധന എഴുതിയിട്ടുള്ള ഈ സിനിമയുടെ കഥ ഒരുക്കിയിട്ടുള്ളത് ആഷിക്കി 2വിന്റെ ഒരു സ്പിരിച്വൽ സീക്വൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടായിരുന്നു. പിന്നീട് അത് യഷ് രാജിലെത്തിയപ്പോൾ ഇൻഡിപെൻഡന്റ് പ്രൊജക്റ്റ് ആയിട്ട് മാറി. സിനിമയുടെ സംഗീത പശ്ചാത്തലവും റിലേഷൻഷിപ്പിൽ സംഭവിക്കുന്ന പ്രശ്നങ്ങളുമെല്ലാം നോക്കിക്കഴിഞ്ഞാൽ എ സ്റ്റാർ ഇസ് ബോൺ തന്നെ ഉപയോഗിച്ച് ഉണ്ടാക്കിയിട്ടുള്ള വേറെ ഒരു സൃഷ്ടിയാണ് ഇത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. മൂക്കിന്റെ തുമ്പത്ത് ചൂടുള്ള അർജുൻ റെഡ്ഡി സൈസ് നായകനും പഞ്ചപാവവും നിഷ്കളങ്കയുമായ നായികയും തമ്മിലുള്ള സ്ഥിരം പ്രണയകഥ തന്നെയാണ് ഇവിടെയും ഉള്ളത്. വളരെ റൊമാൻറ്റിക് ആയിട്ടുള്ള ചില ഡയലോഗുകൾ എഴുതി പിടിപ്പിക്കാനുള്ള മോഹിത് സൂരിയുടെ കഴിവ് കൂടെ ആകുമ്പോൾ ചില മൊമെന്റുകൾ ക്രിയേറ്റ് ചെയ്യാൻ സിനിമയ്ക്ക് സാധിക്കുന്നുണ്ട്. രണ്ടാം പകുതിയിൽ നടക്കുന്ന ചില സംഭവങ്ങൾ കാണുമ്പോൾ സ്ഥിരം പരിപാടിയിൽ നിന്ന് സിനിമ മാറി സഞ്ചരിക്കുമെന്ന് തോന്നുമെങ്കിലും കറങ്ങിത്തിരിഞ്ഞ് സ്ഥിരം ഫോർമുലയിലേക്ക് തന്നെയാണ് പടം വരുന്നത്. തിരക്കഥയാണ് ഈ സിനിമയെ എൻഗേജിംഗ് ആക്കുന്നത് എന്ന് ഞാൻ പറയില്ല. കാരണം മോഹിത് സൂരി സിനിമകളിൽ ഉപയോഗിക്കുന്ന ഡയലോഗുകൾ കൺവിക്ഷനോടെ പറഞ്ഞു ഫലിപ്പിച്ച് ആ കഥാപാത്രങ്ങളെ ബിലീവബിൾ ആക്കുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഈ സിനിമയിൽ പ്രേക്ഷകന് കിട്ടുന്ന ശരിയായ സർപ്രൈസ് ഇതിലെ നായകനും നായികയുമാണ്. അഹാൻ പാണ്ഡെ തുടക്കഭാഗങ്ങളിൽ ദേഷ്യക്കാരനായ നായകനായിട്ട് വരുന്ന സ്ഥലത്ത് സ്വല്പം ഇൻകൺസിസ്റ്റന്റ് ആണെങ്കിലും രണ്ടാം പകുതിയിൽ കഥാപാത്രം കുറച്ചുകൂടെ ശാന്തനാകുന്ന ഭാഗത്ത് മികച്ച പ്രകടനമാണ് കാഴ്ചവെക്കുന്നത്. ഈ സിനിമയുടെ ശരിയായ ഫൈൻഡ് നായികയായിട്ടുള്ള അനീത് പഡ്ഡയാണ്. ഒന്നാം പകുതിയിൽ ഒരു ഘട്ടത്തിൽ ഒരു പാട്ട് എഴുതാനുള്ള സാഹചര്യം ഒരുക്കി തരാത്തതിന് കയർക്കുന്ന വാണിയെ സിനിമ കാണിക്കുന്നുണ്ട്. വളരെ നാടകീയമായിട്ടുള്ള നീളമുള്ള ആ ഡയലോഗ് അഭിനയിച്ച അനുഭവമുള്ളവർക്ക് പോലും പാളിപ്പോകാൻ സാധ്യതയുള്ള ഒന്നാണ്. ഒരു തുടക്കക്കാരിയിൽ നിന്നും നമ്മൾ പ്രതീക്ഷിക്കാത്ത തരം കൺട്രോളോടുകൂടി അത്തരം ഡയലോഗുകൾ പറയാൻ അനീത്തിന് സാധിക്കുന്നുണ്ട്. ആലം ഖാനാണ് നായകന്റെ ഫ്രണ്ട് കം ഏജന്റ് ആയിട്ട് വന്നിട്ടുള്ളത്. സ്ഥിരം മോഹിത് സൂരി സ്റ്റൈലിൽ തന്നെയാണ് സിനിമ ട്രീറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. നായികയെ കാണിക്കുമ്പോൾ ബ്യൂട്ടി ഷോട്ടുകൾ തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. നായകനും നായികയും ആദ്യമായിട്ട് കണ്ടുമുട്ടുമ്പോൾ വളരെ സിനിമാറ്റിക് ആയിട്ടുള്ള സ്ലോ മോഷൻ പരിപാടികളും ഇവിടെയുണ്ട്. സിനിമയിലെ പാട്ടുകൾ വളരെയധികം നല്ലതാണ്. എപ്പോഴും ഉള്ളതുപോലെ വേദനയിലും പ്രതീക്ഷയിലും ഫോക്കസ് ചെയ്യുന്ന രീതിയിലുള്ള പാട്ടുകളാണ് മോഹിത് സൂരി ഇത്തവണയും കൊണ്ടുവന്നിട്ടുള്ളത്. ഒറിജിനൽ ക്രിയേഷനുകളെ റാപ്പും റീമിക്സും ഒക്കെ ചെയ്ത് ട്രെൻഡിങ് ആക്കാൻ വേണ്ടി കൊല്ലുന്ന ടി സീരീസിനെ അവിടെയും ഇവിടെയും ഒക്കെ കൊട്ടിയിട്ടുണ്ട്. ഹീറോയുടെ സെക്കൻഡ് ഇൻട്രോ ഒരു സിംഗിൾ ഷോട്ടാണ്. തൻ്റെ ബാൻഡ് അംഗങ്ങളുടെ സഹായമില്ലാതെ ഒരു പാട്ട് അവതരിപ്പിക്കുന്ന ആ സീക്വൻസ് വളരെ വിശ്വസനീയമായ രീതിയിൽ സ്റ്റേജ് ചെയ്യാൻ സിനിമയ്ക്ക് സാധിക്കുന്നുണ്ട്. പടം മുന്നോട്ട് പോകുന്തോറും കൂടുതൽ മെലോഡ്രമാറ്റിക് ആവുകയാണ്. ആ സ്ഥലങ്ങളിൽ പേ ഓഫ് വരുന്ന രീതിയിലാണ് പല ഡയലോഗുകളും തുടക്കത്തിൽ പ്ലേസ് ചെയ്തിട്ടുള്ളത്. ഒരിക്കൽ ഓടിയ പടത്തിന്റെ 2, 3, 4, 5 ഭാഗങ്ങൾ ഇറക്കുകയും സൗത്ത് ഇന്ത്യൻ സിനിമകളുടെ ഡ്യൂപ്ലിക്കേറ്റ് പോലത്തെ സിനിമകൾ ഇറക്കാൻ നോക്കുകയും ചെയ്യുന്ന ബോളിവുഡിന്റെ നിലവിലെ സാഹചര്യത്തിൽ ഈ ഒരു സിനിമയുടെ ബോക്സ് ഓഫീസ് വിജയം ഒരു വേക്കപ്പ് കോളാണ്. ബോളിവുഡ് ഏത് തരത്തിലുള്ള കഥകളായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത് അത് റീഇൻവെന്റ് ചെയ്ത് അവതരിപ്പിച്ചാൽ ജനങ്ങൾ സ്വീകരിക്കുമെന്നതിന്റെ തെളിവാണ് ഇന്റർവ്യൂകൾ പോലും ഇല്ലാതെ റിലീസായ ഈ സിനിമയുടെ സക്സസ് കാണിക്കുന്നത്. വളരെയധികം മെലോഡ്രാമയുള്ള സ്ഥിരം മോഹിത് സൂരി സിനിമ തന്നെയാണ് സയ്യാറ. എന്നാൽ പ്രധാന താരങ്ങളുടെ മികച്ച പ്രകടനം ആ മെലോഡ്രാമ ഒരു കല്ലുകടിയായി മാറാതിരിക്കാൻ സിനിമയെ സഹായിക്കുന്നു. ഇത്രയുമായിരുന്നു ഈ സിനിമയെക്കുറിച്ചിട്ടുള്ള എൻ്റെ റിവ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുമെന്നും കൂടുതൽ വീഡിയോകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമെന്നും പ്രതീക്ഷിക്കുന്നു. താങ്ക്